നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ നെടുമങ്ങാട് സെന്ററും വെമ്പായം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ പരിപാടി നടത്തി. വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭദ്രാമയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബുരാജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പ്രഭാകുമാരി, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി, ബ്ലോക്ക് മെമ്പർ ബീന അജിത്, വാർഡ് മെമ്പർമാരായ എം നാസിർ പള്ളിനട, വി ആർ ചിത്ര, സന്തോഷ് കുമാർ എസ്, എം സതീശൻ, എ ഷീലജ, എബ്രഹാം, രാഹുൽ താഴേക്കര, ലതാകുമാരി, JPHN ലേഖ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആൽഫ വിഷൻ 2030 ജില്ലാ ഡയറക്ടർ പുളിമൂട്ടിലുണ്ണി, നെടുമങ്ങാട് സെന്റർ പ്രസിഡന്റ് സുരേഷ് കുമാർ, സെൻട്രൽ കമ്മിറ്റി അംഗം അശോക് കുമാർ, ജോയിന്റ് സെക്രട്ടറി കൊക്കോതമംഗലം അശോക് കുമാർ എന്നിവർ സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വെമ്പായം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജഗന്നാഥപിള്ള സ്വാഗതവും പാലിയേറ്റീവ് കെയർ നഴ്സ് ഷീബ നന്ദിയും പറഞ്ഞു. ആൽഫ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിളക്കുടി പഞ്ചായത്തിലെ വിവിധ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ ആൽഫയുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും വിശദീകരിച്ചു. കൊല്ലം ജില്ലാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു ബോധവൽക്കരണം നൽകി. പൊതുജനങ്ങൾക്കിടയിൽ ആൽഫയുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവിധ മേഖലകളിലുള്ളവർക്കിടയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിന്റെ പരിചരണത്തിലിരിക്കുന്ന നിർധനർക്ക് വിതരണം ചെയ്യുന്നതിനായി അരിക്കിറ്റുകൾ സ്പോൺസർഷിപ്പായി ലഭിച്ചു. എറിയാട് കുഞ്ഞുമാക്കച്ചാലിൽ അബ്ദുൽ സലാമും ഭാര്യ നിസയും മറ്റൊരു അഭ്യുദയകാംക്ഷിയും ചേർന്ന് നൽകിയ 50 അരിക്കിറ്റുകൾ സെന്റർ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.